ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുക്ക് ചാനൽ. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ് പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ മലയാള ചലച്ചിത്രമാണ് അതിരടി. അതിലെ രണ്ടാമത്തെ സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. സോങ് ടൈറ്റിൽഡ് ആസ് പട്ടി ഷോ. അവരുടെ സോങ് ടൈറ്റിൽ തന്നെ വെറൈറ്റി ആയിട്ടുണ്ട്. ആൻഡ് ആ സോങ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആൻഡ് ഇപ്പോൾ ഒരു കാസർഗോഡോ കോഴിക്കോടോ അവരുടെ ഒരു ഈവൻ്റ് ഉണ്ടായിരുന്നു. വലിയൊരു ഈവൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ട്രെൻഡിങ്ങും കാര്യങ്ങളും ലിസ്റ്റിലൊക്കെ വന്നൊരു ഈവൻ്റ് ആയിരുന്നു. ആൻഡ് ബേസിലിൻ്റെ ഗ്ലോ അപ്പ് ഒക്കെ വലിയ സംസാര വിഷയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാണാം. ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്. കൃഷ്ണവിജയാണ് മ്യൂസിക്. പട്ടി ഷോ. ഡബ്സിയാണ് പാടിയിരിക്കുന്നത് കേട്ടോ. ഈ പഴയ ഹൃദയപ്രവർത്തനം ഞാനുണ്ട്. പട്ടിഷോ 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 കണ്ടപാടെ ഇതും ട്രെൻഡിങ് ലിസ്റ്റിൽ കയറാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഈ പാട്ടിലെ തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഡബ്സിക്ക് വൻ ജനസ്വീകരണമുണ്ട്. അതായത് അതുപോലെ ഈ മലബാറിന്ന് പെട്ടെന്ന് സിനിമയിലേക്ക് ഒരുപാട് പാട്ടുകളൊക്കെ പാടിയിട്ടുള്ളത് ഇപ്പോൾ പാടുന്നത് ഡബ്സി മാത്രമാണ്. ബട്ട് എന്നാലും കഴിവുള്ള ടാലൻ്റുള്ള ആൾക്കാരുണ്ട്. അവരിനി വിളിക്കാത്തതാണോ അതോ അവരിനി ആരെങ്കിലും വിളിച്ചിട്ട് പോവാത്തതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ആൻഡ് ഇത് കണ്ട ലിറിക്സ് ഒക്കെ കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ല, വിഷ്ണുജിയുടെ ഒരു പാട്ടിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടായിരിക്കും ലിറിക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ ഈ പട്ടി ഷോ എന്നാണ് പാട്ടിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് എല്ലാ ഷോവും 10 ഷോ, പച്ച ഷോ, പേടിഎം ഷോ, ജട്ടി ഷോ എന്തൊക്കെയോ അവർ പറയുന്നുണ്ട്. ഒരു വൈബിലായിട്ട് പോകുന്നുണ്ട്. അതിന് ഇതിൽ ബേസിൽ ജോസഫിൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെ പ്രതീക്ഷിക്കാനാണ് ചാൻസ് കൂടുതൽ. തമിഴുണ്ട്. ഇത് അറിവാണ് പാടുന്നത്. ഡബ്സി മലയാളി റാപ്പർ, അറിവ് തമിഴ് റാപ്പർ. ഇതിലെ മാവായിട്ടായിരിക്കും വരുന്ന ചെല്ലുമ്മ. ഓ, ലിറിക്സ് കൊള്ളാം. റിപ്പോർട്ടല്ല അല്ലല്ലേ, വിഷ്ണുവിന്റെ മ്യൂസിക്കൽ. ഡബ്സി അറിവ്, സുഹേൽ കോയ. ലിറിക്സും സുഹേൽ കോയ അറിവാണ്. മലയാള ലിറിക്സ് സുഹേൽ കോയ, തമിഴ് അറിവ്. മറ്റേ റീലിലൊക്കെ കണ്ട ഓർമ്മയായിരിക്കും. പട്ടിഷോ ആണ് ഈ പാട്ട്. തമ്പി കീഴിറങ്ങി തമിഴ്നാക്കാണ് ഫിലിം എഡിറ്റിങ്. അതിന് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലും ടൊവിനോയും ബേസിലും വരുന്നുണ്ട്. ആൻഡ് താഴെ തളപതി വിജയുടെ പൊളിറ്റീഷ്യൻസിലെ ഒരു വൈറൽ ഡയലോഗ് തമ്പി കീഴറങ്ങുമ്പൊക്കെ ഇതിലുണ്ട്. കാരണം അത് എത്രമാത്രം വൈറലായെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് വിജയ് ഒരു സാധനം ചെയ്യുമ്പോൾ അത് എത്രമാത്രം വൈറലാവും നമുക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് പട്ടിഷോ പാട്ട് ഒരു വൈബേഷ് പാട്ട് പോലെ തന്നെയാണ് എനിക്ക് വീണ്ടും ഫീൽ ചെയ്തത്. ഞാൻ ഇപ്പോഴും പറയാണ്, വിഷ്ണു വിജയ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ, പുള്ളിയുടെ ഒരുപാട് ടാലൻ്റ് ഉണ്ട്. പുള്ളിക്ക് ഒരു സെപ്പറേറ്റ് ഒരു സാധനങ്ങൾ പുള്ളിക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ വൈബ് ഒരു പ്രത്യേക ലിറിക്സും. അതാണ് പറഞ്ഞത്, പുള്ളിയുടെ പാട്ടുകൾ തന്നെ ഈ സുഹേൽ കോയ എന്ന പുള്ളിക്കാരനാണ് ലിറിക്സ് ഒക്കെ എഴുതുന്നത്. അപ്പോൾ പുള്ളി ഈ വെറൈറ്റി ലിറിക്സും ആൻഡ് മ്യൂസിക് ആയാലും ആൻഡ് പാട്ടായാലും വേറൊരു രീതിയിലൊക്കെ ഒരു ബ്ലെൻഡ് ചെയ്ത് പെപ്പി ട്രാക്ക് പോലെയൊക്കെയാണ് വരുന്നത്. അത് കൂടുതലൊന്നും ഞാൻ മലയാളത്തിലെ മ്യൂസിക് ഡയറക്ടേഴ്സ് അതും വന്ന പുതിയ ആളുടെ ഒന്നും കണ്ടിട്ടില്ല. ഇത്ര ഹിറ്റ് പാട്ടുകളും കണ്ടിട്ടില്ല. ആൻഡ് ആ പാട്ടുകളുടെ ടൈറ്റിൽ പേരായാലും ഒരു വെറൈറ്റി ആയിരിക്കും, പാട്ടിലെ ഒരു ലിറിക്സ് ആയാലും ഒരു വെറൈറ്റി ആയിരിക്കും. പിന്നെ പാട്ടിൽ തന്നെ ബൈലിംഗ്വൽ
മിങ്കിൾ ചെയ്യും, മലയാളം തമിഴൊക്കെ ചേർത്ത്. അത് വിഷ്ണു വിജയനുള്ളതാണ്. അപ്പൊ ഈ സിനിമയിൽ അതുപോലെ തന്നെ ഈ പാട്ടിലും ഉണ്ട്, ഈ പട്ടി ഷോ പാട്ടിൽ. ആൻഡ് ഡബ്സി അറിവാണ് പാടിയിരിക്കുന്നത്. ഡബ്സി ഇപ്പം ഡബ്സി അല്ലാതെ MHR, ലിൽ പയൻ, എസ് അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ട്. ബട്ട് എന്നിരുന്നാലും ഏറ്റവും പ്രേക്ഷക പിന്തുണ അല്ലെങ്കിൽ സിനിമയിലേക്കൊക്കെ പാടുന്നത് പോപ്പുലാരിറ്റി ഒക്കെ ഉള്ളത് ഡബ്സിക്ക് തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം അതാ ഇപ്പൊ ലാസ്റ്റ് ഇപ്പം ഏതാ പറയുക, പള്ളിച്ചട്ടമ്പിയിൽ ഒരു പാട്ടും കൂടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജെയ്ക്സ് ബിജിയുടെ, അതിൽ ഡബ്സി പാടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ പാടാം സിനിമയിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പാടുന്നത് മലബാറിന് ഒന്നിൽ ഡബ്സി തന്നെയാണ്. മറ്റുള്ളവർക്ക് ചാൻസ് കിട്ടാത്താണോ അതോ കിട്ടിയിട്ട് അവർ താല്പര്യം പ്രകടിപ്പിക്കാത്താണോ എന്നറിയില്ല. ബട്ട് എന്നിരുന്നാലും ഈ പാട്ട് നന്നായിട്ടുണ്ട്. ഒരു പട്ടി ഷോ എന്നാണ് ടൈറ്റിൽ വരുന്നത്. അത്യാവശ്യം കേൾക്കാൻ നല്ല ഒരു പാട്ട് തന്നെയാണ്. പിന്നെ വെറൈറ്റി ലിറിക്സും കാര്യങ്ങളും, തമിഴ് മലയാളം കലർന്ന ലിറിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഈ സിനിമ മെയ് 14 വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ബട്ട് പ്രോപ്പർ ഡേറ്റ് ഇനി അറിയിച്ചോ ഇല്ലയോ എന്ന് ഒരു പിടിയുമില്ല. കാരണം ഇപ്പൊ സിനിമകളൊക്കെ ഒരാഴ്ചയ്ക്ക് മുമ്പ് വന്നിട്ട് ഇങ്ങനെ പ്രശ്നം നടക്കണോണ്ട് ഇപ്പൊ നടത്തൂല, പിന്നെ നടത്തും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് ഇപ്പം പതിവാണ്. അതുകൊണ്ട് എപ്പോഴാണ് റിലീസ് ചെയ്യാമെന്ന് പെട്ടെന്നൊന്നും ഇല്ല. ആൻഡ് അപ്കമിങ് ഈവൻസിലും മതിയായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ മെയ് 14 സൂര്യയുടെ കറുപ്പ് മാത്രമേ ഉള്ളൂ. അതിരടിയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്ന് പറഞ്ഞാലും ഇതിന് ഈ കോളേജ് ടൈമിൽ ഇവിടെ ഒന്നും വരുമ്പോൾ പട്ടി ഷോ കാണിക്കുന്നത് തന്നെയാണ് ഈ പാട്ടിൽ വരുന്നത്. ആൻഡ് ഈ സിനിമയിൽ കുറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരുന്നുണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ സിനിമയിൽ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ചാൻസ് കിട്ടുന്നു എന്നുള്ളത് വേണം സത്യം. കാരണം ഒരുപാട് പേർക്ക് കിട്ടുന്നുള്ളു. അതുമായിട്ട് ഇപ്പം കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വെച്ചാണ് ഇവർ സത്യം പറഞ്ഞാൽ ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ പ്രൊമോഷനും കാര്യങ്ങളും പടത്തിനൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുമയേറിയ ഒരു വിഷയം. കാരണം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, പടം അറിയുന്നു ഇറങ്ങാൻ പോകുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം സാധാരണക്കാരിലേക്ക് എത്താൻ അത് ഏറ്റവും വലിയ എളുപ്പ വഴിയാണ്. അപ്പോൾ എന്തായാലും പടം 14 വരുമെന്ന് വിശ്വസിക്കുന്നു, കണ്ടുപോകാം. ബട്ട് പട്ടി ഷോ പാട്ട് നന്നായിട്ടുണ്ട്.